ക്ലൈമീറ്റിങ് കഴിഞ്ഞ ശേഷം ഹോട്ടലിൽ പോയി ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ നേരെ പോയത് വെസ്റ്റേൺ എൻഡ് ഓഫ് ദോഹയിലേക്കാണ്. അവിടെ ഒരു ഫേമസ് ടോർച്ച് ടവർ ഉണ്ട്. ലാർജസ്റ്റ് എക്സ്റ്റേണൽ 360 ഡിഗ്രി സ്ക്രീനാണ് അതിനുള്ളത്. ഗിന്നസ് റെക്കോർഡൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. 300 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. 15ാം ഏഷ്യൻ ഗെയിംസ് നടന്നപ്പോൾ അതിൻ്റെ മെയിൻ വെന്യൂ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു സ്ഥാനം ഇതിനുണ്ട്. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ വില്ലാജിയോ മാൾ ഉള്ളത്. വില്ലാജിയോ മാൾ USA, UK, ഇറ്റാലിയൻ, ജർമ്മൻ മുതലായ മാർക്കറ്റിലെ മെയിൻ ബ്രാൻഡുകളുടെ സ്റ്റോറുകൾ ഇവിടെ ഉണ്ട്. 2006 ഇത് ഓപ്പൺ ചെയ്തത്. ഇതും ഒരു ഐക്കോണിക് സിമ്പിളായിരുന്നു നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ. 13.5 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വലിപ്പമുള്ളത്. ഏതാണ്ട് 150 മീറ്റർ നീളമുള്ള ഒരു ഇൻറ്റേർണൽ കനാൽ ഇതിനകത്തുണ്ട്. ഇറ്റാലിയൻ രീതിയിലാണ് ഇത് മൊത്തം പണിതിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. റൂഫൊക്കെ കാണുമ്പോൾ ഒരു ആകാശം പോലെ നമുക്ക് തോന്നും. ഞങ്ങളിവിടുന്ന് ഭക്ഷണം കഴിച്ച് TGA ഫ്രൈഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ റെസ്റ്റോറൻറ്റ് ചെയിനിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ ക്ലയൻറ്റ് ലൈൻ ആൻഡ് സ്പേസിൻ്റെ ഡയറക്ടേഴ്സ് സ്വപ്നേഷ് സാർ, രമ്യ മാമും അടിപൊളിയായിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പം പാഡലിൻ്റെ CEO രഞ്ജിത്ത് സാറും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ആയിരുന്നു ഒരു ടീമിലുണ്ടായിരുന്നത്. അടിപൊളി അനുഭവമായിരുന്നു അവിടെ ഏതായാലും ലഭിച്ചിരുന്നത്. വില്ലാജിയോ മാളിൽ നിന്നും പാലക്കാമറ്റ ഓണിന് വേണ്ടി എൻജോയ്.